ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഗെയിം തന്നെയല്ലേ, FC ഓപ്പൺ തന്നെയാണ് കളിക്കാൻ വന്നത് മാത്രമല്ല ഗൈസ്. അപ്പം ഞാനിവിടെ ഒരു വില്ലൻ കൊടുത്ത് നമ്മളെ 30 പ്ലേയേഴ്സിനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വിട് ഗൈസ്. നമുക്കങ്ങനെ ഫൈനലി ഒരു ചെറിയ ഒന്നും പറയാൻ പറ്റില്ല, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അത് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ലെഫ്റ്റ് ബാക്ക് ആരായിരുന്നു? ന്യൂണോ മെൻഡസ് ആയിരുന്നല്ലോ ഗൈസ്. ബട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് ഒരാളാക്കിയിട്ട് ലെഫ്റ്റ് ബാക്ക് ആരാണെന്ന് നോക്കുക, റോബർട്ടോ കാർലോസ്. ഞാൻ വിചാരിച്ചു 91 ആണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതെടുത്ത് എൻ്റെ ക്ലബ്ബിൽ വെച്ചാൽ എന്തായാലും OVR കുറഞ്ഞു. അതുകൊണ്ട് ഒരു OVR പോലും കുറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് പവറാണ്. എനിക്ക് മനസ്സിലായ ടൂർണമെൻറ്റ് 106 ആയിട്ട് ഞാൻ ആ പുള്ളി എടുത്തിട്ട് 91 ലെഫ്റ്റ് ബാക്ക് റോബർട്ടോ കാർലോസിനെ വെച്ചിട്ട് ഒരു OVR പോലും കുറഞ്ഞില്ല ഗൈസ്. നിങ്ങളൊന്ന് ഓർത്തേ. അപ്പോൾ എന്ത് പവർഫുള്ളായിട്ടാണ്. ഞാനിപ്പോൾ മാക്സ് ട്രെയിനിങ് ആക്കി ഗൈസ്. ഇപ്പോൾ എനിക്ക് റാങ്ക് അപ്പ് ചെയ്യാം, മാസ്കറാനൊന്നും ഇരിക്കില്ല. പിന്നെ ഒരുത്തനുണ്ട് പുതിയതായിട്ട്. അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഏതാണെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. എങ്ങനെ കളിക്കാം? ഇവിടെ എന്തോ നടക്കുന്നല്ലോ. നമുക്ക് ഏതെങ്കിലും കളിക്കാം കേട്ടോ. അതുപോലെ അതിന് മുമ്പ് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാരണമൊക്കെ ഉണ്ട്. ഇപ്പോൾ 55 ആയതുകൊണ്ട് ഒരു 5 ഇതുപോലത്തെ ഷാൾ കിട്ടിയ ഗൈസ്. നിങ്ങൾ മോഡ്രിക്കിനെ വാങ്ങിക്കണോ അതോ 10 ഈ സ്ട്രൈക്കറിനെ വാങ്ങിക്കണം ഗൈസ്? ഇതല്ലേ ഗൈസ് നമുക്ക് ഇച്ചിരി കൂടെ ഇതെന്ന് പറയുന്നത്. ഇത് ഗൈസ് എത്ര ഉണ്ട്? ഇത് അങ്ങനൊന്നുമില്ല ഗൈസ്. ഇതല്ലേ നമുക്ക് ഇച്ചിരി കൂടെ ലാഭമെന്ന് പറയുന്നത്. ഇതല്ലേ, കാരണം മോഡ്രിക്കിനെ വാങ്ങിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളാണ്. അതും കിട്ടുന്ന വേണോ 8-ൻ്റെ. നമുക്കിപ്പോൾ വേണ്ട ഗൈസ്, ഇത് തന്നെ മതി. മോഡ്രിക്ക് വേണ്ട. മോഡ്രിക്ക് വേണ്ടേ വേണ്ട. സെറ്റാണ്. അപ്പം ഞാനൊരു എന്താണ് ഇത് നോക്കി വെച്ചിട്ടുണ്ട്, ഒരു പാക്ക് നോക്കി വെച്ചിട്ടുണ്ട്. ആ പാക്കിൽ നമുക്ക് ആരെ കിട്ടുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ ആ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. വെറും 2000 ഉണ്ട് ഗൈസ്. 2000 ജിംസ് മതി. അതിൽ റീചാർജ് ഇവിടെ കിടപ്പുണ്ട്. കാണിച്ചു തരാം എന്തായിരുന്നു. അതെ ഗൈസ്, ഇതാണ് ഗൈസ്. ഇതാണെന്ന് എനിക്ക് തോന്നണില്ല. എന്നോടൊന്ന് നോക്കട്ടെ. എന്തായിരുന്നു ഗൈസ്? ഇത് തന്നെ ആയിരുന്നെന്ന് തോന്നി, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ എന്തായാലും കൊടുക്കുകയാണ്. നമുക്ക് കിട്ടുന്നത് ഞാൻ പറയാം, ഒരു 102-ൻ്റെ അല്ല 101-ൻ്റെ ഒരു ഏതെങ്കിലും ഒരു നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു വേറെ ലോകത്തൊരു പൊട്ട പ്ലെയറിനായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ കണ്ണ് കൊണ്ടുപോകണമെങ്കിൽ സംശയം ഉണ്ടെന്ന് നോക്കിയത്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ സത്യമാണ്, നിങ്ങൾ ഇന്നത്തെ എടുക്കിലേക്കണം. ചിലപ്പോൾ റേറ്റിംഗ് കൂടെയായിരിക്കും. 105-ൻ്റെ ഒന്ന് CV ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല. ഇതിനകത്ത് കാണിക്കുന്ന ഫുള്ള് 9, 10 ലെവലാണ്. അതൊക്കെ അത് ജസ്റ്റ് കാണിക്കുന്നതെന്നുള്ളൂ. എന്തായാലും നമ്മുടെ ജിമ്മ് പോയി. എന്നാലും ക്ലബ്ബിൽ പോയി ഞാൻ നോക്കട്ടെ. നമ്മുടെ CV ഇപ്പം 109, 107, 107. പിന്നെ എന്തിനാണ് ഈ 105-ൻ്റെ? എനിക്ക് ഒരു ഐഡിയ ഉണ്ട്.
ഗീസ് ട്രെയിനിങ് പോ ആ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഓട്ടോ സ്ഥലത്ത് നമ്മളെ കഴിഞ്ഞ വീഡിയോ കാണിച്ചതല്ല അല്ല കഴിഞ്ഞ വീഡിയോയിലല്ലോ എന്ത് ആ ഇങ്ങ ഇവിടെ ട്രെയിനിങ് ട്രാൻസ്ഫർ പകരം റോബർട്ടോ കാർലോസിനെ കിട്ടില്ല. റോബർട്ടോ കാർലോസിനെ കിട്ടില്ല കേട്ടോ. ട്രെയിനിങ് ട്രാൻസ്ഫർ ഉള്ളതല്ലെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഒരു മിനിറ്റ്. നമുക്ക് പിന്നെ ചെയ്യാം. അയ്യോ ഇവിടെ എടുത്ത് മാറ്റട്ടെ. നമുക്ക് ട്രെയിനിങ് ട്രാൻസ്ഫർ പിന്നെ ആരെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മുടെ ടൈം ഓണ്. അതുപോലെ നമ്മുടെ കുറേ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗോൾ കീപ്പറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ OVR എത്രയായി, ഓക്കെ, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഐക്കോൺ ക്രോണിക്കിൾസ് വേണോ? വേണ്ട. എനിക്ക് ഐക്കോൺ ക്രോണിക്കിൾസ് കളിക്കാൻ അത്ര താല്പര്യം ഇല്ല ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും കളിക്കുന്നതായിരിക്കും കേട്ടോ, ഐക്കോൺ ക്രോണിക്കിൾസ്. അപ്പം ഒരു മിനിറ്റ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 8ൻ്റെ 2 CB ഉണ്ട്. നമുക്കിരിക്കുന്ന ഒരു 9ൻ്റെ CBയും 2 7ൻ്റെ CBയാണ്. അന്നേരം വേണ്ടേ ഇവനെ വേണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ബട്ട് നമ്മുടെ ഈ 104 അലൻസോനെ കളയണം, 103യുടെ ബാസ്റ്റിയോനെ കളയണം, 107ൻ്റെ വാർഡിനെ കളയണം. വാർഡിനെ നമുക്ക് കളയാം, അതെന്താ എനിക്ക് വിഷയമല്ല. കാരണം വിഷയമാണെങ്കിൽ ഇവൻ റൈറ്റ് ബാക്കാണ്, ഇവൻ CB ആണെന്ന് വിചാരിച്ചിട്ടാണ് ഗെയിംസ്. പറ്റില്ല, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോയാൽ മതി. അപ്പം ഞാനിന്ന് കളിക്കാൻ പോകുന്നേ അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ കഴിച്ചിട്ട് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂ അപ്ഡേറ്റ് കമ്മട്. അങ്ങനെ നമ്മുടെ പിന്നെ ഒരു ന്യൂ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പിക്ചറെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ അത് പറയാനാണ് ഗൈസ് മെയിനായിട്ട് വന്നത്. ആദ്യമായിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് റോബർട്ടോ കാർലോസിനെ കിട്ടിയ സന്തോഷത്തിൽ അതങ്ങ് മറന്നുപോയി. അന്നേരം പുതിയ ഈവൻ്റൊക്കെ വന്നു. അത് വേറെന്താണ്, അതുപോലെ വേറൊരു ഈവൻ്റ് വന്നു, ഡിഫൈൻ ലെഗ്മെൻസ് എന്ന് പറഞ്ഞേ. ഓക്കെ, ഇനി ചാലഞ്ച് മോഡ് ഇന്ന് നമ്മളെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ചാലഞ്ച് മോഡാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. ഇഷ്ടംപോലെ ചാലഞ്ച് വന്നിട്ടുണ്ടല്ലോ. ഇത് കൊള്ളാമല്ലോ, ഇതിൽ നിന്ന് കുറേ ആൾക്കാരെ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചാലഞ്ച് അങ്ങോട്ട് എൻ്റർ ചെയ്യാം. ആദ്യമേ തന്നെ ഒരു പ്ലെയറിനെ കിട്ടും. അത് കഴിഞ്ഞ് ഇത്രയും കോയിൻസ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെയും കിട്ടും. അപ്പം ഗൈസ് ഇത് നമ്മൾക്ക് മുടിഞ്ഞ പാടായിരിക്കും ജയിക്കാൻ. നിങ്ങൾ കേട്ടോ, ഇത്രയും വലിയ പൈസയും ആൾക്കാരൊക്കെ കിട്ടണമെങ്കിൽ എന്ത് പാടായിട്ടായിരിക്കാം. അപ്പം മാച്ചൊന്ന് വരട്ടെ. ഓക്കെ, അപ്പം നമ്മളുണ്ടല്ലോ ഗേസ് പൊക്കി ഇടാൻ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പൊക്കി ഇങ്ങനെ ബോൾ ഇടാനും അതുപോലെ നമ്മൾ ബൈസൈക്കിളൊക്കെ നമ്മളൊക്കെ അടിക്കുക. കണ്ട ഗേസ്, കണ്ട ഇമാർ സീനാണ് എനിക്കറിയാം. ഇവിടെ കൊല്ലല്ലോ ബോർഡ് വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെയാണ് ഫൗള്. മാർക്ക് ഫ്രീ കിക്ക്. ഇതിനൊക്കെ എങ്ങോട്ടാ പാസ് കൊടുക്കണം? ഇവിടെ തട്ടിക്കളഞ്ഞതിന്
പാസ് കൊടുക്കുവോ? ആ ആ ആ ഗൈസ് കോർണർ കിക്കാണല്ലോ, കുഴപ്പമില്ല. കോർണർ കിക്കാണ് ഗൈസ് നമ്മുടെ മെയിൻ. വാട്ട് എ പാസ്. നമുക്ക് ഒരു ഗോൾ പോലും നമ്മൾ അടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം 0-0 നമ്മളവിടെ 1 വരുത്തുക കേട്ടോ. പക്ഷെ വരുത്താൻ ഒട്ടും ചാൻസ് ഇല്ല. ടൈം 82 ആയി. അതും നമ്മളെങ്ങനെ വരുത്താനാ? അച്ചാറിനൊരു യെല്ലോ കാർഡ് കിട്ടി. വെറുതെ ഫൗൾ ചെയ്യാൻ ഞാൻ ഷൂട്ട് അടിച്ചാണ് പറ്റില്ല. അന്നേരം ബോൾ കൈ കിട്ടത്തില്ല. എന്താ അത് സ്ലൈഡായി ഒരുത്തിൻ്റെ ദേഹത്തിരിക്കും. ഇതൊക്കെ പടമൊക്കെ നമ്മൾ കളഞ്ഞിരിക്കും. ഇതാണ് റോബർട്ടോ കാർലോസിൻ്റെ മൂവ്. കണ്ടോ? ഗൈസ് 90 ആയി. എനിക്ക് വയ്യ ഗൈസ്. ചുമ്മാ എങ്ങനെയാ ഇത്? എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെട്ടു. യെസ് ഗൈസ്. ബോൾ കൊണ്ടുപോയി. ത്രോയാണ്. എൻ്റെ പൊന്നെ, ഞാൻ അവനങ്ങോട്ടാണ് പാസ് കൊടുത്തത്. ഇവരൊക്കെ എന്തൊക്കെ കാണിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മറ്റേ 60യുടെ മോഡ്രിക്കിനെ ഒന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ. മോഡ്രിക്ക് നമുക്കത് നഷ്ടമാണ് കേസ്. മോഡ്രിക്ക് നമുക്കൊരു അറിയാവുന്ന പ്ലെയർ നല്ലത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് മറ്റേവനെ കിട്ടുന്നത് നമുക്ക് ലാഭത്തിനാണ്. കാരണം അവനെ കിട്ടുന്നത് നമുക്ക് 1/8 അല്ല, 1/10 കേസ്. 1/8ൻ്റെ അവന് വരുന്നെങ്കിൽ ഞാൻ എന്താ ഉറപ്പായിട്ട് മോഡ്രിക്കിനെ വാങ്ങിക്കത്തുള്ളായിരുന്നു. പക്ഷെ എനിക്ക് മോഡ്രിക്കിനെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. പിന്നെ ഇതൊരിക്കലും നടക്കത്തില്ല. പിന്നെ നമ്മുടെ റൊണാൾഡോയെ വാങ്ങിക്കാനുള്ള ആഗ്രഹം ഒട്ടും നടക്കത്തില്ല കേട്ടോ. ഗൈസ് എനിക്ക് വയ്യാണ്ടാലും ഇതെന്താ, എനിക്ക് പെനാൽറ്റി തീർക്കാൻ ഇഷ്ടമല്ല ഗൈസ്. കാരണം പെനാൽറ്റി ഭയങ്കര വിഷയമാണ്. അത് തന്നെ ഗൈസ്. കാരണം ഗൈസ് ഇത് ഗോളല്ല, കണ്ട ഗോളല്ല. നമ്മളെ രക്ഷപ്പെട്ടു. ഫൈനലി നമ്മളെ രക്ഷപ്പെട്ടു ഗൈസ്. ഫസ്റ്റത്തെ മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അത്ര പാടൊന്നുമില്ല കേട്ടോ. അതായത് അടുത്ത മാച്ച് വരുമ്പോൾ പാട് കൂടി വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവൻ എങ്ങോട്ടാണ് ആസ്വദിക്കുന്നത്? അതുപോലെ എനിക്കൊരു വേറെ കാര്യം പറയാനുണ്ട്. ഞാൻ ഈയിടെ ഇവരെല്ലാം മാത്സ് ട്രെയിൻ ചെയ്ത് മാത്സ് റാങ്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൈസ് ഇവർക്ക് മുടിഞ്ഞ സ്പീഡാണ് കേട്ടോ. ഞാനിങ്ങനെ ഇവരൊക്കെ ബോള് വാങ്ങിക്കാൻ ഭയങ്കര സ്പീഡിലാണ് ഗൈസ്.
ഒരു ബോള് വാങ്ങിക്കാൻ നേരം അന്നേരമാണ് നിങ്ങൾ കാണണ്ടേ. ഇപ്പൊ തന്നെ പണ്ടത്തെ കൂട്ടല്ലേ, ഇവർ നല്ല സ്പീഡിൽ പോകും. റോബർട്ടോ കാർലോസ് ഉണ്ടെങ്കിൽ നമ്മളെ ടീം നല്ലതാണ്. ആരാ കിട്ടി? അതെന്താണ്? ആരെ കിട്ടിയെന്ന് കാണിച്ചില്ല. എന്താണത്? ആരെ കിട്ടിയെന്ന് കാണിച്ചില്ല. നമുക്ക് അന്നേരം അത് കിട്ടിയില്ലെന്നാണ് കേസ് അർത്ഥം. നമ്മൾ തോറ്റൊന്നുമില്ലല്ലോ, നമ്മൾ ജയിച്ചല്ലേ, പിന്നെന്താണ്? എനിക്ക് അറിഞ്ഞൂടെ കേസ എന്തോ സംഭവിച്ചെന്ന്. കണ്ട സ്പീഡ് കണ്ടോ അതെന്ത് ഫാസ്റ്റ് ആണ്. പെനാൽറ്റി ബോക്സിനകത്ത് വന്നേ. വാട്ട ഗോളല്ല, അവരെ വീഴ്ത്തി കേട്ടോ. അതാ റെഫറി കൂട്ടൻ കണ്ടില്ല. റെഫറി കൂട്ടൻ എന്താടാ ഇത്? അതുപോലെ നമ്മുടെ അറ്റാക്കിങ് ആണ് സീന്. ഇത് നമ്മൾ പൊട്ടും കേട്ടോ. അതുകൊണ്ടാണ് അവർ അത്രയും കോയിന് രണ്ടും കളിപ്പിച്ച് കൊടുത്തേക്കുന്നത്. കണ്ട എംബാപ്പെ ഗോൾ അടിച്ച്. അതാണ് അവർ അത്രയും കോയിൻ. 50 മില്യൺ ആണ് കേസ്. 50 മില്യൺ ആണ് കേസ് നമുക്ക് ഈ മാച്ച് ജയിച്ചാൽ കിട്ടുന്നത്. അതവന്മാർ അത്ര ധൈര്യത്തിനോട് കൊടുക്കുന്നെങ്കിൽ എനിക്കറിയാം കേസ്. അത്ര ധൈര്യമായിട്ട് ഒരുത്തനും കൊടുക്കത്തില്ല. കൊടുക്കുന്നുണ്ട് ആ മാച്ച് അത്രയ്ക്ക് പാടാ. കണ്ട നമുക്ക് അവന്മാരെ പിടിച്ചാൽ കിട്ടത്തില്ല. അതാ കേസ്. OVR കൂടിയിട്ട് കാര്യമേ ഇല്ല. കണ്ട അവന്മാർ OVR 100, എൻ്റെ OVR 107. എന്നിട്ട് അവന്മാരൊരു ഗോളടിച്ചു. അവന്മാരെയൊക്കെ ടീം ഇരിക്കുന്നവരെക്കാട്ടി നല്ലവരുണ്ട് എന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടില്ലേ കേസ്? കണ്ടില്ലേ നിങ്ങൾ കാണണം കേസ്. എന്നാൽ പിന്നെ ഇവരെയൊക്കെ കയറ്റി നമുക്കൂടെ വെച്ചാൽ പോരെ. അന്നേരം നമ്മുടെ OVR 85. ഇതാണ് റിയാലിറ്റി. എന്നാ ഇതേ സെയിം പ്ലേസ് അല്ലേ എൻ്റെ ഇരിക്കുന്നത്? ഇല്ല, ഇതിലല്ലേ നമ്മളിങ്ങോട്ട് വന്നു. നമ്മളെ റിയൽ മാഡ്രിഡ് അല്ലേ. അതുപോലെ ഈയിടെ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. റിയൽ മാഡ്രിഡ് പോയിട്ട് ഈയിടെ അല്ല, അന്നേരം 4-ലാണ് കിട്ടിയത് നമ്മുടെ രണ്ടാമത്തെ. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 2002-ലെയോ 2018-ലെയോ വല്ല റിയൽ മാഡ്രിഡ് ടീമായിരുന്നെങ്കിൽ നമ്മുടെ പാരിസ് കേട്ടായിരുന്നല്ലോ. പാരിസ് കേസ് പൊട്ടിപ്പോയത്. അതുപോലെ നമ്മുടെ 2002-ല് വല്ല ആയിരുന്നെങ്കിൽ പിന്നെ അവരുടെ കാര്യം പറയണ്ട. റോബർട്ടോ കാർലോസ്, ബെക്ക, അവരൊക്കെ ഉള്ളപ്പോഴാണ്. നിങ്ങളൊരു ഫുട്ബോൾ ഫാനാണെങ്കിൽ എനിക്കിതെന്തായാലും അറിയാതിരിക്കാൻ ചാൻസില്ല. ഒരു ഗോൾ അടിക്കത്തില്ല. എന്ത് കഷ്ടമാണെന്ന് പറയാം. ഇതെന്താണ് പുറകെയല്ല ആൾക്കാർ കയറിയില്ല. വീഴ്ത്തിക്കോ. അയ്യോ, അവന്മാരെ ഒരു ഗോൾ പോലും അടിക്കാൻ സമ്മതിപ്പിക്കണ്ട.
എടാ നമുക്ക് നേരത്തെ 2 ഉണ്ട്. അയ്യോ, അപ്പം ഇവന്മാരടിച്ചപ്പോൾ അവന്മാർക്ക് തന്നെ. അപ്പം നമ്മളെ ഇങ്ങനെ ചുമ്മാ ത്രോ കളഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ജയിക്കും. അന്നേരം നമുക്ക് 15 മില്യൺ കിട്ടും. ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. നിങ്ങൾക്ക് ആ ഗുഡ് ഐഡിയ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെയുള്ളൊരു കൂടുതലും വീഡിയോസിനായി. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ ന്യൂ അപ്ഡേറ്റ് നമ്മുടെ FC Mobile വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തേ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഒരു ഗോള് പ്ലീസ്, ഒരു ഗോള് മാത്രം. ഇപ്പം അവന്മാരൊരു ഗോളടിക്കും ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നടക്കില്ല, because the time was ended. So guys, the match also ended. 15 million. ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? നമുക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ആ പ്ലെയറിനെ കിട്ടി, അതാരാണെന്ന് കാണിച്ചില്ല. ഒരു മാച്ചോടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഒരിക്കലും ജയിക്കാത്ത മാച്ച്. ഇതാണെങ്കിൽ നമ്മുടെ പുതിയ ഇവൻ്റ്, വേറെ ഇവൻ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ അപ്ഡേറ്റ് വന്നേക്കുന്നത് അക്വാസോസ് ഇൻഫർണായിരുന്നു. ആ ഇവൻ്റ് പോയി ഗൈസ്. എന്തോ കഷ്ടമാണ് പറയാം. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് മൾട്ടീനെ സാനറ്റീനും കിട്ടിയിരുന്നു. മറ്റേ ഒരു സാധനം അൺലോക്ക് ചെയ്ത് പക്ഷെ പോയല്ലോ. അവന്മാരുടെ ടീമിലെ കണ്ടായിരുന്നു ഗൈസ്, എല്ലാം 101 ഒക്കെയാടാ ഇരിക്കുന്നത്. ബെസ്റ്റ് ചാൾട്രോൺ ഗോളല്ലേ? ആ കൊള്ളാം. ഇതിൽ അവന്മാർക്ക് 2 ഗോളുണ്ട് ഓൾറെഡി. ഇത് നമ്മൾ ജയിക്കത്തില്ല. ഇതെങ്ങനെ ജയിക്കാനാണ്? ഞാൻ എക്സിറ്റ് ആവട്ടെ? ഇല്ല, വേണ്ട, ചുമ്മാ കളിച്ചിരിക്കാം. ഇത് നമ്മൾ ജയിക്കത്തില്ല, അത്രയ്ക്കുള്ള പ്രോബ്ലങ്ങളായിട്ടില്ല. അങ്ങനെയെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ പ്ലേയേഴ്സൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു പ്രോ, അതായത് നമ്മുടെ കയ്യിലുള്ള പ്ലേയേഴ്സ് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ ആരെയും പൊട്ടിക്കാമെന്നാണ്. പിന്നെ നമ്മളങ്ങ് എടുക്കുന്നില്ല. എടുത്താൽ പിന്നെ വിഷയമാവും. ആ കൊള്ളാം, ബൂസ്കസൊക്കെ അതിനകത്തുണ്ടല്ലോ. അവർ ഗോളടിക്കട്ടെ. അടിച്ചോ. ബെസ്റ്റാണ് ഗോളടിച്ചത്. അതുകൊണ്ടോ എടാ, അതെന്ത് ബഗ്ഗാണ്? 150യുടെ ബെസ്റ്റോ? 140 വരെ മാക്സിമം പോത്തുള്ളല്ലോ ഗൈസ്. അതെന്തരാ? എടാ, അതെന്തുവാടാ? ലാംപാഡ് റോബർട്ടോ കാർലോസ് വലിച്ചടിച്ചു. നമ്മൾ സബ് എല്ലാവരെയും കിട്ടിയായിരുന്നു.
ഷാട്രോണോ എന്നാലും അതെങ്ങനെയാണ് 150 ബെസ്റ്റ് വരുന്നത്? 140 വരെ എല്ലാ പ്ലെയറും ഉള്ളല്ലോ. പിന്നെ അവനെങ്ങനെയാടാ? ഞാനീ മാച്ചിൽ നിറങ്ങാണ്. എന്തായാലും പൂട്ടി എനിക്ക് ഹാഫ് ടൈമാണ്. എനിക്കിത് ഫുൾ ടൈമാണ്. ഞാൻ ഇറങ്ങുവാണ് ഗൈസ്. ഫോർ ഗുഡ്. ഓക്കെ ഗൈസ്, എനിക്കൊന്നും വേണ്ട. അങ്ങനെ എനിക്ക് പ്ലേയേഴ്സിനെ കിട്ടണമെന്നുമില്ല ഗൈസ്. ഞാൻ റീട്രൈക്കൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഈ ചാലഞ്ചിൽ നിന്ന് ഇറങ്ങുകയാണ്. എനിക്ക് ചെയ്യാം. നമ്മുടെ പൈസ കൂടിയാ നോക്കട്ടെ. നമ്മളെ മറ്റേത് ജയിച്ചില്ലേ? ഇവിടെ കളിപ്പീര് നമ്മുടെ പൈസ കൂടിയില്ലേ ഗൈസ്? അത് കളിപ്പീരാണ്. അതെന്താണത്? എനിക്ക് തോന്നിനി ലാസ്റ്റിലത്തെ മാച്ചോടെ ജയിച്ചാലേ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടത്തുള്ളൂ തോന്നുന്നു ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് തീർക്കാൻ പോവാണ് ഗൈസ്. അതിന് മുമ്പ് എന്താ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും നടത്തണമല്ലോ ഗൈസ്. എക്സ്ചേഞ്ച് പോട്ടെ. ഏതെങ്കിലും ഒരു പ്ലെയറിനെ വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവരെല്ലാം അടുത്ത് ഇനി അങ്ങ് വിറ്റാണ്. ഇവനെ അടുത്ത് വിൽക്കാം. ഓക്കോ, ബൈ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇനി അതിന് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ അങ്ങോട്ടുള്ള വീഡിയോ എല്ലാം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങളിനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയും കാണണം. ബിക്കോസ് നമ്മുടെ ലാസ്റ്റിൽ ഒരു സർപ്രൈസ് കാണും. ഓക്കെ, സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്നത്തെ സർപ്രൈസ് നമ്മൾ ഇന്നൊരു പ്ലെയറിനെ വാങ്ങിക്കാൻ പോകണം. വേണ്ടി ഇവിടെ നോക്കുകയാണെങ്കിൽ വെറും 2000 ഒരെണ്ണം കിട്ടും. അത് വല്ല 91 വല്ലതായിരിക്കും കേസ് കിട്ടുന്നത്. നിങ്ങൾ നോക്കിയോ ആരൊക്കെയാണ് കിട്ടുന്നത്. 3 ആണ്, കുഴപ്പമില്ല. ആരെടുക്കണം ഗൈസ്? 2 പേരുണ്ട്. ഇവനെ എടുക്കാം. നമുക്ക് ഇവനൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാനിവനെ അടുത്ത നമ്മുടെ ലക്ഷ്യം ആരെ വാങ്ങിക്കാനാണ്? അടുത്ത നമ്മുടെ ലക്ഷ്യം ഞാൻ പറയാം. ഇതാണ് നമുക്ക് വാങ്ങിക്കേണ്ട അടുത്ത ലക്ഷ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സന്തോഷ വാർത്ത ഇവിടെ വെച്ച് എൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ എക്സ്ചേഞ്ചിൽ പോകണം. എന്നിട്ട് ഇവിടെ പോവാം. എന്നിട്ട് അങ്ങനെ പറ്റത്തില്ലല്ലേ? എടാ, അവൻ എക്സ്ചേഞ്ചഡ് ആണോ? ആയിരിക്കല്ലേ. എക്സ്ചേഞ്ചഡ് അല്ലടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ചെയ്യാം, വിറ്റാലോ? പൈസ എത്ര കിട്ടാൻ നോക്കാം എന്നിട്ട് വിൽക്കാം. അത് കാർലോസിനാണ് വിൽക്കാം. അത് അവിടുന്നും പോയി. അവനെ ഒട്ട് വിൽക്കാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ അവനെന്ത് ചെയ്യണം? നമുക്ക് കിട്ടി ഇത് കാണുന്നില്ലല്ലോ അവന്. അവനെ 3 അല്ലേ? 3യുടെ ലിസ്റ്റ് കിടക്കുന്ന എവിടെയൊക്കെയാണ്? എന്തോ അവനെ കിട്ടിയില്ലേ? പൊട്ടനാണ്. ഇവനെ ക്ലൈം ചെയ്യണ്ടേ ഗൈസ്?
പിന്നെ അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഇത് കണ്ടിരുന്നു. അളിയാ ഇവനല്ലേ ഇവൻ ഇത് രണ്ടും ഒന്നാ ഗൈസ്. കലക്കും നമ്മളിനി കലക്കും. യെസ് ഗൈസ്, നമ്മൾ ഒരാളെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മുടെ ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്ചേഞ്ച് അല്ല, നമ്മുടെ ആരാണ് എവിടെ നിന്നായിരുന്നു ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്? പ്ലേക്കകത്ത് ഫുട്ബോൾ സെൻറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ ഇവനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകണം ഗൈസ്, നൈസായിട്ട്. ബട്ട് അപ്പോൾ നമുക്ക് ഇവനെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസ്കറാനെ വെച്ച് ചെയ്താൽ പോരെ? 103 പക്ഷെ എന്താ ഇവിടെ 103 ആരുമില്ല. വാസ്റ്റുകളെ കളഞ്ഞു പറ്റും. വാർജിവൻ പോട്ടെ, അവരോരോ ലീവിനെ വേണ്ടി. ബാസ്റ്റിയോണെ പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇന്ന് ചെയ്യണില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്തോഷ വാർത്ത ഇതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ എന്താണ് എന്ത് ബഗ്ഗടിച്ചാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ സന്തോഷ വാർത്ത അതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ചോദ്യം ചെയ്യണം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ചോദ്യം ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.